ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള കേരള നൈസ് പത്തിരി ആയിട്ടാണ്. അരി കൊണ്ട് ഉള്ള നൈസ് പത്തിരി. അപ്പോൾ അതെന്ന് വെച്ചാൽ ഏത് അരിയും യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഈ പത്തിരി ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിൽ എടുക്കാം. പക്ഷെ വറക്കാത്ത നല്ല തരിതരിപ്പില്ലാത്ത നൈസായിട്ടുള്ള പൊടി വേണമെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ പച്ചരിയും പുഴുങ്ങലരിയും കൂടെ കൂട്ടി പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നല്ല ഉപ്പിട്ട് തിളച്ചു കൊണ്ടിരിക്കുന്ന വെള്ളം നേരെ സ്റ്റൗവിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക. ഞാൻ വെള്ളത്തിൻ്റെ അളവ് ഇത്രയൊന്നും പറയുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഓരോ പൊടിക്കും ഓരോ അളവായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് ആ വെള്ളം ഒഴിച്ചിട്ട് നല്ല ആവി ഇറക്കുന്ന വെള്ളമായിരിക്കണേ. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല പുക നന്നായിട്ട് പോകുന്നുണ്ട്. ഇതുപോലെ മെല്ലെ മെല്ലെ കുഴച്ചിട്ട്, പിന്നെ കുഴക്കുമ്പോൾ നല്ല തടിച്ച സ്പൂൺ എടുക്കണം, അല്ലെങ്കിൽ സ്പൂൺ ഒടിഞ്ഞു പോകും. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ കുഴക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ എങ്ങനെയാണ് മനസ്സിലാവുമെന്ന് വെച്ചാൽ, നിങ്ങളിങ്ങനെ നന്നായിട്ട് കുഴച്ച് കഴിയുമ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ആയിന്നൊരു പശ വരുന്ന ഒരു തോന്നൽ തോന്നുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പൂണിൽ ഒന്ന് എടുത്തിട്ട് ചെറിയൊരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു പശപശപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വിട്ടിട്ട് കുറച്ച് കഴിഞ്ഞ് മൂടി വെച്ചതിന് ശേഷം കുറച്ച് ആവി പോയതിന് ശേഷം നിങ്ങൾക്ക് കൈകൊണ്ട് ഇതുപോലെ കുഴച്ചെടുക്കാൻ പറ്റുന്ന ചൂടിൽ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുക. എത്രത്തോളം കുഴച്ചെടുക്കുന്നോ അത്രത്തോളം നമ്മളെ പത്തിരി നല്ല സോഫ്റ്റായിരിക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കുഴക്കുക. ഈ ഒരു പരുവത്തിൽ വേണം, നമ്മൾ ഇത്രയും സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് പരത്തേണ്ട പരിപാടിയാണ്. അപ്പോൾ ഞാൻ പരത്തുന്നത് വെച്ചാൽ പൊടി കൂട്ടാതെയാണ് ഞാൻ പരത്തുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടാത്തത് പൊടിയുള്ളതുകൊണ്ടാണ്. അപ്പോൾ പൊടി കൂട്ടാതെയാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. നമ്മുടെ ചപ്പാത്തി മേക്കറില്ലേ, അത് ജസ്റ്റ് ഒന്ന് എണ്ണ തടവുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചപ്പാത്തീൻ്റെ ബോൾ പോലെ ആക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അതിൽ വെച്ച് കൊടുക്കുക. ഇതുപോലെ വളരെ പെട്ടെന്ന് നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഒരു വിഷമവും ഇല്ല. ഇത് പരത്തി നമ്മളതിലേക്ക് കല്ലുമ്മലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ചപ്പാത്തി മേക്കർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു എളുപ്പപ്പണിയാണ്. ഇതുപോലെ പാത്രത്തിൻ്റെ പുറത്ത് തൂക്കി കൊടുക്കുക, മറ്റൊരു പാത്രത്തിൻ്റെ പുറത്ത് എണ്ണ തൂക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ മേലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ പത്തിരി ചപ്പാത്തിയുടെ കണക്ക് വലിപ്പം വേണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് റൗണ്ടായി കിട്ടും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊരു മറ്റൊരു കിടിലൻ ടിപ്പാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റുന്നവർക്ക് ഇതുപോലെയും ചെയ്യാം. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ പത്തിരി പരത്തി അവിടെ വെക്കാൻ പാടില്ല. നമ്മൾ പരത്തുന്നതിനനുസരിച്ച് നമ്മൾ ചുട്ടെടുക്കണം, അല്ലെങ്കിൽ ഇത് കുറച്ച് കഴിഞ്ഞ് ഒട്ടി പിടിച്ചിട്ട് നമുക്ക് കറക്റ്റ് ഇത് കിട്ടില്ല. അപ്പോൾ എൻ്റെ കല്ലിവിടെ ചൂടായിട്ടുണ്ട്, ഞാൻ നേരെ അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പത്തിരി ചുട്ടെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളൊരിക്കലും പത്തിരിയുടെ വെള്ള കളറ് മാറാൻ പാടില്ല. അതാണ് ശരിയായ പത്തിരീൻ്റെ എന്താ പറയുക ഒരു ടെക്സ്ചർ. അപ്പോൾ നമുക്ക് ഇതുപോലെ വെള്ള കളർ മാറാതെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ എന്താ പറയുക ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഇതുപോലെ കുറച്ച് ബബിൾസൊക്കെ വന്നാലാണ് നല്ല പെർഫെക്റ്റ് സോഫ്റ്റ് പത്തിരിയായി കിട്ടുക. നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. അപ്പോൾ ഇതുപോലെ എല്ലാ പത്തിരിയും ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പത്തിരി ഇപ്പോൾ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെല്ലാ പത്തിരി ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള സോഫ്റ്റ് പത്തിരിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.